Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 23-ാം തീയതി ആരംഭിക്കുന്ന ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആൻഡ് GST ആണ്. ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്, നമുക്ക് ഷുവർ ആയിട്ട് വരുന്ന ഒരു essay പ്രോബ്ലം ഉണ്ട്. ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക, ടോട്ടൽ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ. സോ ആ ഒരു പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യുമോ, പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ. സോ കുട്ടികളുടെ റിക്വസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അതുപോലെ തന്നെ ടാക്സ് ലൈബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ. അതിലത്തെ essay ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് 2 പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും. 5 മാർക്കിൻ്റെ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം. അതുപോലെ തന്നെ നമ്മുടെ essay എന്ന് പറയുന്നത് വരുന്നത് ടാക്സ് ലൈബിലിറ്റി അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മിസ്റ്റർ റാം, എ പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി submitted the following information. Compute the taxable income, total income, and the tax payable for the assessment year 24-25. ഇതാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സാലറി per annum 3 lakh, rent received 48,000, dividend from cooperative society 1,000 rupees, interest on savings bank deposit 18,000, interest on government securities 1,000, winning from lotteries gross 5,000, NSE 8th issue purchase ചെയ്തിട്ടുണ്ട് 10,000 rupees, then deposit PPF സ്കീമിൽ 30,000. He earned a long time capital gain of rupees 15,000 on the sale of gold during the year. ഇത്രയാണ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. അതിന് 5 ഹെഡ്സിൽ വരുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് എഴുതി ചെയ്യണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. ഓക്കെ, പെർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം. നിങ്ങൾ നല്ല വൃത്തിയിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 5 ഹെഡ്സിൽ വരുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് കാണിക്കണം. അപ്പോൾ അതിലാദ്യം ഇൻകം ഫ്രം സാലറി, ഫസ്റ്റ് ഹെഡ് അതല്ലേ, ഇൻകം ഫ്രം സാലറി അതാണ്. അപ്പോൾ അതിൽ നമുക്ക് സാലറി എമൗണ്ട് 3 lakh ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ സാലറി എത്രയാ, 3 lakh ആണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആ 3 lakh ഇന്നർ കോളത്തിൽ എഴുതി. ഇനി അതിൽ നമുക്ക് സാലറിയിൽ എന്താ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പ്രകാരം, 16IA പ്രകാരം അല്ലേ. അത് രീതിയിലും കുഴപ്പമില്ല. 16IA പ്രകാരം 50,000 rupees നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. ബാക്കിയുള്ളതാണ് നമ്മുടെ എമൗണ്ട് വരാം. ഇൻകം ഫ്രം സാലറി 2,50,000 rupees. ഓക്കെ, ഫസ്റ്റ് ഹെഡ് എഴുതി. നെക്സ്റ്റ് സെക്കൻഡ് ഹെഡ് എന്താ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിനെ റിലേറ്റ് ചെയ്തുള്ള ഐറ്റം ഉണ്ട്. അതിൽ റെന്റ് റിസീവ്ഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എഴുതാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ
റെൻറ്റ് റിസീവ്ഡ് പറഞ്ഞിട്ടുണ്ട്. റെൻറ്റ് റിസീവ്ഡ്. അപ്പോൾ അതന്നെയാണ് എന്ത് വരാ, ആനുവൽ വാല്യൂ വരാം. വേറെ ഒന്നുമില്ലല്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ. 48,000 റുപ്പീസാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം അണ്ടർ സെക്ഷൻ 24 പ്രകാരം നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം 30% ഓഫ് ആനുവൽ വാല്യൂ അല്ലേ. അപ്പോൾ ഇവിടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരിക, ഈ പറയുന്ന 48,000 റുപ്പീസ് തന്നെയാണ് വരിക. അപ്പോൾ 48,000 റുപ്പീസിൻ്റെ 30% നമ്മൾ കണ്ടുപിടിക്കണം. 48,000 ഇൻറ്റു 30%. അപ്പോൾ അതിൻ്റെ 30% വരുന്നത് 14,400 ആണ്. 14,400. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഹെഡിൻ്റെ എമൗണ്ട്. ഇൻകം ഫ്രം HP എത്ര വരും, 33,600 വരും. 33,600. ഓക്കെ. ഇനി നെക്സ്റ്റ് ഹെഡ് എന്താണ്, PGBP പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആണ് നമ്മുടെ മൂന്നാമത്തെ ഹെഡായിട്ട് വരുന്നത്. അതിൽ നിന്ന് പക്ഷെ ഒറ്റ ഐറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് വെറുതെ എഴുതിയിട്ട് നില്ലിട്ട് വയ്ക്കാം. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയണതിൽ ഒന്നുമില്ല. പ്രൊഫഷൻ അതിലൊന്നുമില്ല. അപ്പോൾ നില്ല് ആ ഹെഡ്. ഇനി നാലാമത്തെ ഹെഡ് അതിലുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ആണ് നെക്സ്റ്റ് എഴുതാനുള്ള. ക്യാപിറ്റൽ ഗെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത്, നാലാമത്. അപ്പോൾ അതിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട് നമുക്ക് 15,000 റുപ്പീസാണ്. എന്താ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഗോൾഡ് ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഗോൾഡ്. വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നേരെ നമുക്കത് ഇപ്പോഴത്തേക്ക് എടുത്ത് എഴുതാം. 15,000 റുപ്പീസ്. ഇതാണ് അടുത്ത ഹെഡ്. ഇനി ലാസ്റ്റ് ഒറ്റ ഹെഡുള്ളോ എന്താ, അതർ സോഴ്സസ് ആണ്. അതർ സോഴ്സിൽ നമുക്ക് നോക്കിയാൽ കാണാം കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, എഴുതി വെച്ചോളട്ടോ അത്. അപ്പോൾ നെക്സ്റ്റ് ഹെഡ് കൊടുക്കുക, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ. അപ്പോൾ അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. ഫസ്റ്റ് ഐറ്റം ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ. എമൗണ്ട് വരുന്നത് 1,000 റുപ്പീസാണ്. ഇനി നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ്. ഓക്കെ. എമൗണ്ട് വരുന്നത് 18,000 റുപ്പീസാണ് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ. ഇനി ഒരൊറ്റ ഐറ്റം കൂടിയും ഒരെണ്ണമാണ് ഇനി വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഒരു 1000 രൂപ. അതും കൂടി എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഒരു 1,000 റുപ്പീസ്. ലാസ്റ്റ് വിന്നിങ് ഫ്രം ലോട്ടറീസ്. ലോട്ടറീസ് ഉണ്ട്. വിന്നിങ്സ് ഫ്രം ലോട്ടറീസ് ഗ്രൂസ് എമൗണ്ട് 15,000 റുപ്പീസ്. 15,000 രൂപ. അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് അതർ സോഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. സോ ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്നത് 18,000 പ്ലസ് 5,000. 15,000 അല്ല കേട്ടോ, ലോട്ടറി 5,000 റുപ്പീസേ ഉള്ളൂ. ഞാൻ എമൗണ്ട് എഴുതി തെറ്റി.
ലോട്ടറി ഓൺലി 5,000 റുപ്പീസ്. അപ്പോൾ 18,000 പ്ലസ് 5,000 23. 23 പ്ലസ് 2,000 25,000. അപ്പോൾ നമ്മുടെ 5 ഹെഡ്സും നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഈ 5 ഹെഡ്സും ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ സാലറിയിൽ വരുന്നത് 2,50,000 പ്ലസ് 33,600 ആണ് ഇൻകം ഫ്രം HP. ദെൻ ക്യാപിറ്റൽ ഗെയിൻ 15,000, അതർ സോഴ്സിൽ 25,000. സോ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3,23,600 റുപ്പീസാണ്. ഇതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കിട്ടിയതിന്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? സോ മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ചെക്ക് ചെയ്യുക. അതിൽ എന്തൊക്കെ ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. ആദ്യം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 80C 2 ഐറ്റംസ് വരുന്നുണ്ട്. ഒരെണ്ണം PPF, അത് എന്താണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് 30,000. പിന്നെ NSC 8 ഇഷ്യൂ ഉണ്ട്. അത് രണ്ടും നമുക്ക് നേരിട്ടിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് 80C പ്രകാരം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം എന്തൊക്കെയാണ് വരുന്നത്? NSC 8 ഇഷ്യൂ ഉണ്ട്. എത്ര രൂപയാ? NSCയുടെ എമൗണ്ട് 10,000 റുപ്പീസാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം വരുന്നത് PPF. അത് എത്രയാ? 30,000 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 40,000 റുപ്പീസ് ടോട്ടൽ 80C പ്രകാരം വരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ അതർ സോഴ്സിൽ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് 18,000 എഴുതിയിട്ടുണ്ട്. നമുക്ക് സേവിങ്സ് ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. TTA പ്രകാരം 10,000 രൂപ വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്കിൻ്റെ ഡിഡക്ഷനായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എഴുതാം അണ്ടർ സെക്ഷൻ 80 TTA പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡിപ്പോസിറ്റ് സേവിങ്സ് അപ് ടു 10,000 റുപ്പീസ് വരെ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനുള്ളത് അതാണ്. 18,000 ഉണ്ടെങ്കിലും 10,000 വരെ നമുക്ക് പറ്റില്ല. അപ്പോൾ അതെഴുതി. ഇനി നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഈ വ്യക്തി ഡിസേബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് 75,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നുള്ളതാണ് 80U പ്രകാരം. അപ്പോൾ നെക്സ്റ്റ് എഴുതാം അണ്ടർ സെക്ഷൻ 80U പ്രകാരം ഡിസേബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 75,000 റുപ്പീസ് കുറയ്ക്കാം കിട്ടുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡാണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഡിഡക്ഷനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ 75, 85, 40 1,25,000 റുപ്പീസ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം. 1,25,000 ടോട്ടൽ സബ്ട്രാക്ട് ചെയ്യാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാ? 3,23,600 ആണ്. അപ്പോൾ ആ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ബാലൻസ് ലഭിക്കുന്നതാണ് ടോട്ടൽ ടാക്സബിൾ ഇൻകം 1,98,600 ആണ് ടോട്ടൽ ടാക്സബിൾ ഇൻകം. ഇതാണ് നമ്മുടെ അടുത്ത് ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ടാക്സ് ലൈബിലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേയബിൾ. സോ ഹെഡിങ് കൊടുക്കാം കമ്പ്യൂട്ടേഷൻ ഓഫ്
ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ 1,98,600 ആണ് ടാക്സബിൾ ഇൻകം വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഓൾ ടാക്സ് റെജീം പ്രകാരം അപ് ടു 2,50,000 ആണ്. അപ് ടു 2,50,000 വരെ നമ്മൾ ടാക്സ് കൊടുക്കണ്ട ഇൻകം ആണെങ്കിൽ നില്ലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലോട്ടറി ഇൻകം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും. സോ അതുമേ ബേസിക് അല്ലെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് ടാക്സ് ഉണ്ട്. ആക്ച്വലി ലോട്ടറിയുടെ കേസിൽ നമുക്കറിയാം 10,000-നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് TDS പിടിക്കുക. ഇവിടെ 5,000 റുപ്പീസേ വരുന്നുള്ളൂ. എന്നാലും നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് 30% വെച്ചിട്ടുള്ള എമൗണ്ട് നമുക്കൊന്ന് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അത് 15,000 റുപ്പീസാണ് വന്നിട്ടുള്ള ഗോൾഡിൻ്റെ. സോ അതിൻ്റെയും എമൗണ്ട് എഴുതി വയ്ക്കാം. സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ടാക്സ് ഓൺ സ്പെഷ്യൽ റേറ്റ്സ് വരുന്നത്. ടാക്സ് ഓൺ സ്പെഷ്യൽ റേറ്റ്സ് എന്ന് പറയണത് ലോട്ടറിയാണ്. പക്ഷേ ഇവിടെ നില്ലാണ് വരാം, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. എന്നാലും നമ്മൾ ആദ്യം അത് എഴുതണം. വിന്നിങ് ഫ്രം ലോട്ടറീസ് സ്പെഷ്യൽ റേറ്റിൽ ലോട്ടറിമേ 30% ആണ് അല്ലേ. 5,000-ൻ്റെ 30% എന്ന് പറയുമ്പോൾ 1,500. ഇനി നെക്സ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, LTCG. അത് 15,000 റുപ്പീസാണ്. സോ 15,000 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ അവിടെ 3,000 റുപ്പീസ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ റേറ്റുകൾ വരുന്നത്. ബട്ട് ബാക്കി എമൗണ്ട് നോക്കുകയാണെങ്കിലും അവിടെ എന്ത് വരുന്നില്ല, ലിമിറ്റിൻ്റെ താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ടാക്സ് ഓൺ നോർമൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന രീതി, ഇപ്പോൾ 1,98,600 ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം കിട്ടിയിരിക്കുന്നത്. അതിലിപ്പോൾ 15,000 LTCGയും പിന്നെ 5,000 ലോട്ടറി ഇൻകം പോയി കഴിഞ്ഞാൽ 20,000 പോയാൽ ബാലൻസ് 1,78,600 ആണ് വരുന്നത്. അത് ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെ താഴെയാണ് അല്ലേ. ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാ, അപ് ടു 2,50,000 വരെയാണെങ്കിൽ നില്ലാണ് വരിക. സോ ഇവിടെ 1,78,600 ആണ്. സോ അപ്പോൾ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ടാക്സ് ലയബിലിറ്റി എന്ന് പറയണത് നില്ലാണ് വരെ, വേറെ ചെയ്ത് നേരങ്ങളതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും അതുപോലെ തന്നെ ടാക്സ് ലൈബിലിറ്റിയും. ടോട്ടൽ ഇൻകം വരുന്നത് 1,98,600ഉം ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ നില്ലുമാണ് വരാം. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെങ്കിൽ കൂടുതൽ മെസ്സേജിൻ്റെ ബേസിലാണ് നമ്മൾ വീഡിയോ ചെയ്യുക. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.